ഗുരുവായൂർ ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും പുണ്യഭൂമി. ഓരോ മണിച്ചിലമ്പൊലിയും ഉണ്ണിക്കണ്ണന്റെ സാന്നിധ്യം അറിയിക്കുന്ന ഇടം. അവിടെ ഓരോ ഭക്തനും എത്തുന്നത് ഒരു കഥയുമായാണ്. ചിലത് സന്തോഷത്തിൻ്റെതാവാം, ചിലത് കണ്ണുനീരിൻ്റേതും. ഒരു കാലത്ത് ദാരിദ്ര്യത്തിൽ ഉഴറിയിരുന്ന ഒരു എളിയ കുടുംബം അവിടെയുണ്ടായിരുന്നു. കൃഷിയും കച്ചവടവും നഷ്ടപ്പെട്ട് അടുപ്പിൽ തീപുകയാൻ പോലും അവർ പാടുപെട്ടു. ഇതിനെല്ലാം മീതെ പനി ബാധിച്ച് വിശപ്പുകൊണ്ട് തളർന്ന ഏകമകളുടെ നേർത്ത കരച്ചിൽ ആ പിതാവിന്റെ ഹൃദയം ചുട്ടുപൊള്ളിച്ചു. മറ്റെല്ലാ വാതിലുകളും അടഞ്ഞപ്പോൾ അവൻ ഓടിയെത്തിയത് ഉണ്ണിക്കണ്ണന്റെ സന്നിധിയിലേക്കാണ്. കയ്യിൽ ഒരു ചില്ലിക്കാശു പോലുമില്ലാതെ രാവിന്റെ യാമങ്ങളിൽ അവൻ ഗുരുവായൂർ നടയിലേക്ക് നടന്നു. ഓരോ ചുവടിലും അവന്റെ കണ്ണുനീർ മണ്ണിൽ വീണു. ശ്രീകോവിലിനു മുന്നിൽ അവൻ ഭൂമിയിൽ മുട്ടുകുത്തി മുഖം പൊത്തി വിങ്ങിപ്പൊട്ടിക്കരഞ്ഞു. അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ മാത്രമല്ല, ഹൃദയത്തിലെ വേദന മുഴുവൻ ഒരു വഴിപാടായി ഒഴുകിയിറങ്ങി. എന്റെ ഉണ്ണിക്കണ്ണ, ഈ ദാസൻ തോറ്റുപോയി. എന്റെ കുഞ്ഞിന് ഒരു തുള്ളി പാലോ ഒരു തരി ചോറോ നൽകാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ. എന്റെ ജീവൻ വേണമെങ്കിൽ എടുത്തോളൂ, പക്ഷേ എന്റെ കുഞ്ഞിന്റെ വിശപ്പ് മാറ്റണേ. എന്റെ സങ്കടങ്ങൾ കേട്ട് എന്റെ കുഞ്ഞിനെ കാക്കണേ എന്ന് ഹൃദയം നുറുങ്ങി അവൻ വിളിച്ചു കരഞ്ഞു. അതൊരു ഭക്തന്റെ കരഞ്ഞ വിളിയായിരുന്നു, സർവം സമർപ്പിച്ചുള്ള ഒരു ഹൃദയ പ്രാർത്ഥന. ആ രാത്രി അവൻ ഉറങ്ങിയില്ല. അവന്റെ പ്രാർത്ഥനയുടെ ചൂട് ഉണ്ണിക്കണ്ണന്റെ ഹൃദയത്തിൽ തട്ടിയിരിക്കണം. പുലർച്ചെ വീട്ടിലെത്തിയപ്പോൾ അവനെ കാത്തിരുന്നത് ഒരു അദ്ഭുത കാഴ്ചയായിരുന്നു. വാതിൽക്കൽ നേർത്ത ദിവ്യപ്രകാശത്തിൽ ഒരു വലിയ പിത്തളപാത്രം. അതിൽ നിന്ന് ആവി പറക്കുന്ന, മനം മയക്കുന്ന ഗന്ധമുള്ള സ്വർഗീയമായ പാൽപായസം. കയ്യിലെടുക്കുമ്പോൾ അതിന്റെ ചൂട് അവന്റെ ആത്മാവിനെ പൊതിഞ്ഞു. ഒരു തുള്ളി പോലും കളയാതെ അവർ ആ പായസം പങ്കിട്ടു. വിശപ്പടങ്ങിയ കുഞ്ഞുമോൾ അവന്റെ മടിയിൽ കിടന്ന് ആദ്യമായി പുഞ്ചിരിച്ചു. അവന്റെ കണ്ണുകൾ ഇത്തവണ സന്തോഷം കൊണ്ട് മാത്രമല്ല, കണ്ണനോടുള്ള അളവറ്റ ഭക്തിയാൽ നിറഞ്ഞു. വിശ്വാസം ഒരു തരി പോലും നഷ്ടപ്പെടാതെ കാത്തുസൂക്ഷിച്ച അവന്റെ പ്രാർത്ഥന ഉണ്ണിക്കണ്ണൻ കേട്ടു. കാരണം ഹൃദയം തുറന്നുള്ള പ്രാർത്ഥനയ്ക്ക് കണ്ണൻ എപ്പോഴും ഉത്തരം നൽകും.